ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളി തിരിച്ചു കൊണ്ടുവരുന്നത് നിലവിൽ അസാധ്യമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇത് കോടതിയെ അറിയിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. കോടതി പറയുന്നത് സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത്. ഇലക്ട്രോപ്ലേറ്റിംഗിനായി ചെന്നൈയിലെത്തിച്ചെന്നും നിലവിൽ തിരിച്ചു കൊണ്ടുവരുന്നത് അസാധ്യമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. പക്ഷെ അത് അവിടെ കൊണ്ടുപോയി ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്, രാസപ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരുവാൻ ഇപ്പോൾ നിലവിൽ ഒരു അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. അത് പെടുത്തി അതിൻ്റെ ഒരു റിവ്യൂ വാങ്ങാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. ഞങ്ങൾ ദ്വാരപാലകന്മാരെ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്ന മട്ടിലാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ്. അത് ചെയ്യുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. തന്ത്രിയുടെ അടക്കം നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത്. കോടതി പറയുന്നത് സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണെന്നും ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളി എത്രയും വേഗം തിരിച്ചെത്തിക്കണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം. ജനം, തിരുവനന്തപുരം.